ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആലുവയിലുള്ളത് PP ടയേഴ്സിലാണ്. നമ്മുടെ സ്കൂട്ടർ ഒരു 13,000 കിലോമീറ്റർ കവർ ചെയ്തു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ടയർ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നിന്ന് വാങ്ങിയിരിക്കുന്നത് MRF ടയറാണ്. നേരത്തെ വണ്ടി കിടന്ന് വെച്ചാൽ സിയറ്റിൻ്റെ ടയറായിരുന്നു. അപ്പോൾ MRF കുറച്ച് ഗ്രിപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ MRF ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം. അപ്പോൾ ഫിറ്റിംഗ് എല്ലാം കൂടി 1,550 റുപ്പീസാണ് ആയത് എനിക്ക്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ടയറൊക്കെ മാറണം കാണാം. അപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാം പറ്റിയാണ് അതുള്ളത്. മെയിനായിട്ട് പേടിയുണ്ടായത് കാരണം അതിൻ്റെ ഒരു അലോയിലാണ്. അപ്പോൾ നോക്കി കണ്ട് ചെയ്തില്ലെങ്കിൽ അതൊരു പ്രശ്നവും. അതുകൊണ്ട് അത് നല്ല ഭംഗിക്ക് അവർ സ്ക്രാച്ചൊന്നും വരാത്ത രീതിയിലാണ് ടയറൊക്കെ ഫിറ്റ് ചെയ്ത് തന്നത്. കൂടാണ്ട് ഞാൻ വണ്ടിക്ക് മെയിനായിട്ട് ചെയ്തൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ എയർ അടിക്കാൻ നേരത്ത് വണ്ടിയുടെ നെക്ക് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് മര്യാദയ്ക്ക് എയർ അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഷേപ്പ് നെക്കാണ് വെച്ചത്. അപ്പോൾ ടയർ മാറ്റുന്ന ടൈമിൽ അപ്പോൾ അതുകൂടി അവർ വേറൊരെണ്ണം കൂടി വെച്ച് തന്നു. അപ്പോൾ ഇതെല്ലാം കൂടി എനിക്കായത് കോസ്റ്റ് 1,550 റുപ്പീസാണ്. അപ്പോൾ ഇവർ സർവീസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഫിറ്റിംഗ് ചാർജ് ഒരു 150 റുപ്പീസ് വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ടോട്ടൽ നമുക്ക് അത്ര വന്നുള്ളൂ. അപ്പോൾ ടയറൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇപ്പം ഗ്രിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഓട്ടമുള്ളത് കൊണ്ട് ഞാൻ ടയർ മാറ്റാൻ വേണ്ടിയിട്ടിരിക്കാനാണ്. അവസാനം ഗ്രിപ്പ് കിട്ടാണ്ട് വന്നപ്പോഴാണ് വെച്ചാൽ കാണുമ്പോൾ അത്യാവശ്യം ഗ്രിപ്പ് ഉള്ള മാതിരിയൊക്കെ തോന്നും. പക്ഷെ ബ്രേക്ക് പിടിക്കുമ്പോൾ അത്ര ഗ്രിപ്പ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ടയർ മാറ്റാനാണ് കരുതിയത്. അപ്പോൾ MRF ഇപ്പോൾ ഇട്ടേക്കണതുകൊണ്ട് വലിയ ഇഷ്യൂസൊന്നുമില്ല. പക്ഷേ ഇവന്മാരുടെ പണി അടിപൊളിയുണ്ട്. അപ്പോൾ ഈ ഷോപ്പ് വന്നത് നമ്മുടെ ആലുവയിൽ അമ്പാട്ടുകാവ് അടുത്താണ്. ഇവിടെ KTMൻ്റെ ഷോറൂമൊക്കെ കഴിഞ്ഞിട്ട് ആലുവയ്ക്ക് പോണ സൈഡിലായിട്ടാണ്. അപ്പോൾ വേഗം വണ്ടി അടിച്ച് നിന്ന് കഴിഞ്ഞാൽ മാറ്റി കിട്ടും. പിന്നെ അവിടെ ഒലയുടെ ഡ്രമ്മൊക്കെ ആയിട്ടുള്ള വണ്ടികളൊന്നും മാറൂല എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഏതൊക്കെ മാറി കൊടുക്കും, അങ്ങനെ ഇഷ്യൂസൊന്നുമില്ല. പിന്നെ TVS ഒന്നും മാറൂല അവിടെ. ഡ്രം അഴിക്കൽ കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ചെയ്യുന്നില്ല. ഹബ്ബ് മോട്ടോഴ്സുള്ള വണ്ടികൾക്കൊന്നും ടയർ മാറാൻ അവരവിടെ സജസ്റ്റ് ചെയ്യില്ല. അവർ പുറത്ത് സജസ്റ്റ് ചെയ്യുള്ളൂ കമ്പനിയിൽ. അപ്പോൾ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ